നമസ്കാരം. ടോട്ടൽ ഫുട്ബോൾ മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇന്നലെ ഒരുപാട് മത്സരങ്ങളുണ്ടായിരുന്നു. ബാഴ്സലോണയുടെ ലലിഗ മത്സരം ഉണ്ടായിരുന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ യൂറോപ്പ ലീഗ് മത്സരം ഉണ്ടായിരുന്നു. അതേപോലെ ആർസണൽ, ലിവർപൂൾ എന്നീ ടീമുകളുടെ EFL തേർഡ് റൗണ്ട് മത്സരങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചെല്ലാം സംസാരിക്കാം. ആദ്യം തന്നെ ബാഴ്സലോണയുടെ മത്സരത്തെക്കുറിച്ച് സംസാരിക്കാം. ബാഴ്സലോണ 1-0 ഗെറ്റാഫയെ പരാജയപ്പെടുത്തി. ബാഴ്സലോണയുടെ ഹോം ഗ്രൗണ്ടിലായിരുന്നു മത്സരം നടന്നത്. 19-ാം മിനിറ്റിൽ റോബർട്ട് ലെവൻഡോസ്കി നേടിയ ഗോളിലായിരുന്നു ബാഴ്സലോണ ഇന്നലെ ജയിച്ചത്. ഇതോടെ 7 ഔട്ട് ഓഫ് 7, അത് 7 മത്സരങ്ങൾ ഫ്ലിക്കിൻ്റെ ബാഴ്സലോണ ജയിച്ചു. ഇപ്പോൾ 21 പോയിന്റോടെ ലലിഗയിൽ 1ാം സ്ഥാനത്താണ് ബാഴ്സലോണ. ഒരു മത്സരങ്ങൾ പോലും പരാജയപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, ഡ്രോ പോലും ആയില്ല ബാഴ്സലോണ. അങ്ങനെ 4 പോയിന്റിൻ്റെ ലീഡാണ് ബാഴ്സലോണയ്ക്ക് റയൽ മാഡ്രിഡിന് മേലുള്ളത്. സീസണിൻ്റെ തുടക്കത്തിൽ നമ്മൾ ആരും ഇങ്ങനൊരു ബാഴ്സലോണയെ പ്രതീക്ഷിച്ച് കാണില്ല. അത്രക്കും കിടിലം പെർഫോമൻസ് ആണ് ബാഴ്സലോണ സീസൺ തുടക്കം മുതൽ കാണിക്കുന്നത്. ഓരോ പ്ലേയേഴ്സും, റഫീനിയ ആകട്ടെ, ലമീൻ യമാൽ ആകട്ടെ, ലെവൻഡോസ്കി ആകട്ടെ, എല്ലാവരും കിടിലം പെർഫോമൻസ് ആണ് ഈ സീസൺ തുടക്കം മുതൽ കളിക്കുന്നത്. ഇന്നലെ 19-ാം മിനിറ്റിലാണ് റോബർട്ട് ലെവൻഡോസ്കിയുടെ വിജയ ഗോൾ വന്നത്. ഈ ലീഡ് വർദ്ധിപ്പിക്കാൻ ബാഴ്സലോണക്ക് ഒരുപാട് അവസരങ്ങൾ ലഭിച്ചിരുന്നെങ്കിലും അവർക്ക് അതൊന്നും മുതലാക്കാനായില്ല. കളി അവസാനിക്കാൻ ഒരു 2 മിനിറ്റ് ബാക്കി നിൽക്കുക മാത്രമാണ് ഒരു ഗെറ്റാഫയുടെ ഒരു കിടിലൻ ചാൻസ് നമുക്ക് കാണാൻ പറ്റിയത്. കളി അവസാനിക്കാൻ 2 മിനിറ്റ് ബാക്കി നിൽക്കെ ബാഴ്സലോണ ജയിച്ചു എന്ന് വിചാരിച്ചൊന്ന് സ്വിച്ച് ഓഫ് ചെയ്തു എന്ന് നമ്മൾ കരുതുന്ന സമയത്തായിരുന്നു ഗെറ്റാഫയുടെ ഒരു കിടിലൻ ചാൻസ് കിട്ടിയത്. റയലിൻ്റെ മുൻ സ്ട്രൈക്കറായ ബോർജ മയറാളിനാണ് ആ ഒരു സുവർണ്ണ അവസരം ലഭിച്ചത്. പക്ഷേ ആ പ്ലെയറിന് അത് ആ ബോൾ കണക്ട് ചെയ്യാൻ പറ്റിയില്ല. അതോടെ മത്സരം 1-0 അവസാനിച്ചു. ബാഴ്സലോണക്ക് 3 പോയിന്റ് ലഭിച്ചു. ഇതോടെ ലലീഗ ടൈറ്റിൽ റേസ് നമ്മൾ വിചാരിച്ച പോലെ അത്ര എളുപ്പം ആയിരിക്കില്ല റയൽ മാഡ്രിഡിന്. പ്രത്യേകിച്ച് ബാഴ്സലോണ ഇത്ര ഡോമിനേഷൻ ചെയ്യുന്നത് നമ്മൾ കാണുമ്പോൾ ഇത്തവണത്തെ ലലീഗ ടൈറ്റിൽ റേസ് നമ്മൾ വിചാരിച്ച പോലെ റയൽ മാഡ്രിഡ് അത്ര എളുപ്പത്തിൽ നേടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ബാഴ്സലോണയുടെ ആ പെർഫോമൻസും ഡോമിനേഷനൊക്കെ നമ്മൾ വിചാരിച്ചതിലും അപ്പുറമാണ്. ഇനി നമുക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കാര്യത്തിലേക്ക് വരാം. ഇന്നലെ നടന്ന യൂറോപ്പ ലീഗ് മത്സരത്തിൽ, ഓൾഡ് ട്രാഫോർഡിൽ നടന്ന മത്സരത്തിൽ 1-1 സമനിലയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് നേടാൻ സാധിച്ചത്. ട്വൻഡേ FC എന്ന് പറയുന്ന ഒരു ടീമിനുമായിട്ടാണ് ഇന്നലെ മത്സരം നടന്നത്. ക്രിസ്ത്യൻ എറിക്സണിലൂടെ ലീഡെടുത്ത മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അതേ ക്രിസ്ത്യൻ എറിക്സൻ്റെ ഒരു പിഴവിലൂടെ ഒരു ഗോൾ കൺസീഡ് ചെയ്യേണ്ട കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത്. അങ്ങനെ 1-1 മത്സരം അവസാനിച്ചു. അത്ര ഒരു നല്ലൊരു പെർഫോമൻസ് ഒന്നും ആയിരുന്നില്ല മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ. പറയാൻ തക്ക അത്ര നല്ലൊരു പെർഫോമൻസ് ആയിരുന്നില്ല മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ. മത്സരം 1-1 അവസാനിച്ചു. ഇനി നമുക്ക് EFL മത്സരങ്ങളെ കുറിച്ച് സംസാരിക്കാം. ഇന്നലെ ആർസണൽ മത്സരം ഉണ്ടായിരുന്നു, അതേപോലെ ലിവർപൂൾ മത്സരം ഉണ്ടായിരുന്നു. 2 ടീമുകളും 5 ഗോളും അടിച്ച് എളുപ്പത്തിൽ ജയിച്ച് കയറി എന്ന് വേണം പറയാൻ. ലിവർപൂളിന് വേണ്ടി ഡിയാഗോ ജോട്ട 2 ഗോൾ നേടി, അതേപോലെ കോഡി ഗാക്പോ 2 ഗോൾ നേടി. ഒരു ഗോൾ നേടിയത് സലയായിരുന്നു. ആർസണലിന് വേണ്ടി ആർസണലിൻ്റെ ആ യുവതാരം ഈദാൻ വാനേരി 2 ഗോൾ നേടി ആർസണലിനെ ജയിപ്പിക്കുകയായിരുന്നു ഇന്നലെ നമ്മൾ കണ്ടത്. മിനിയാന്ന് മാഞ്ചസ്റ്റർ സിറ്റിയുടെ മത്സരം ഉണ്ടായിരുന്നു. 2-1 വാറ്റ്ഫോർഡിനെ അവരും പരാജയപ്പെടുത്തി. വലിയ ടീമുകൾക്ക് അത്ര വലിയൊരു വേർപ്പ് ഒഴുക്കേണ്ട ഒരു ആവശ്യം നമ്മൾ കണ്ടില്ല. ഇന്നലത്തെ 2 ടീമുകളും, അതായത് ആർസണലും ലിവർപൂളും എളുപ്പമായിട്ട് ജയിച്ച് കയറി വന്നു. ഇനി നമുക്ക് കുറച്ച് ഇഞ്ചുറി അപ്ഡേറ്റ്സിനെ കുറിച്ച് സംസാരിക്കാം. ആർസണലിൻ്റെ മെയിൻ ഗോൾ കീപ്പറായ ഡേവിഡ് റായ്ക്ക് ഒരു മസ്കുലർ ഇഞ്ചുറി കൺഫേം ചെയ്തിരിക്കുകയാണ് മിക്കൽ ആർട്ടേറ്റ. കഴിഞ്ഞ സിറ്റി മത്സരത്തിലായിരുന്നു ഡേവിഡ് റായ്ക്ക് പരിക്കേറ്റത്. ഇതോടെ ആർസണലിൻ്റെ അടുത്ത ലീഗ് മത്സരമായ ലെസ്റ്റർ സിറ്റിയുമായി ഡേവിഡ് റായ കളിക്കൂ എന്ന കാര്യത്തിൽ ഒരു സംശയമാണ്. അതേപോലെ കിലിയൻ എംബാപ്പയ്ക്ക് ഇഞ്ചുറി സംഭവിച്ചതായി റയൽ മാഡ്രിഡ് ഒഫീഷ്യൽ കൺഫർമേഷൻ പുറത്തുവിട്ടിട്ടുണ്ട്. ലെഫ്റ്റ് ലെഗിലെ ഫിമറൽ ബൈസെപ്സിന് ഏറ്റ പരിക്ക് കാരണം 3 ആഴ്ചത്തോളം കിലിയൻ എംബാപ്പെ സൈഡ് ലൈൻഡ് ആയിരിക്കും. ഇതോടെ അടുത്ത ആഴ്ച നടക്കാനിരിക്കുന്ന മാഡ്രിഡ് ഡെർബി കിലിയൻ എംബാപ്പയ്ക്ക് മിസ്സാവും. അതോടൊപ്പം ലില്ലായിട്ടുള്ള റയൽ മാഡ്രിഡിൻ്റെ അടുത്ത UCL മത്സരം കിലിയൻ എംബാപ്പയ്ക്ക് മിസ്സാവും. 3 ആഴ്ചയോളമാണ് റെസ്റ്റ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇൻ്റർനാഷണൽ ഡ്യൂട്ടിയിൽ കിലിയൻ എംബാപ്പെ പങ്കെടുക്കുന്നതായിരിക്കില്ല. ഇതോടൊപ്പം മറ്റൊരു സുപ്രധാന ന്യൂസ് എന്താണെന്ന് വെച്ചാൽ, ബാഴ്സലോണ പോളണ്ടിൻ്റെ റിട്ടയർഡ് ഗോൾ കീപ്പർ ഷെസ്നിയെ 1 കൊല്ലത്തെ കരാറിന് സൈൻ ചെയ്തിരിക്കുകയാണ്. ടെർ സ്റ്റേഗനേറ്റ സീസൺ ലോങ് ഇഞ്ചുറി കാരണമാണ് ബാഴ്സലോണയ്ക്ക് വീണ്ടും ഒരു ഗോൾ കീപ്പറിന് വേണ്ടി മാർക്കറ്റിൽ ഇറങ്ങാൻ കാരണം. കെയ്ലർ നവാസുമായിട്ടുള്ള റൂമേഴ്സൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ബാഴ്സലോണ ഷെസ്നിയാണ് സൈൻ ചെയ്തിരിക്കുന്നത്.